വിശുകാലേഖ സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞു. എന്നാൽ മാതാവ് മറിയം ഗർഭവതിയാണ് എന്ന് യോസേപ്പിതാവ് മനസ്സിലാക്കിയത് മുതൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാനായിട്ട് യോസേപ്പിതാവ് തീരുമാനിക്കുകയാണ്. അപ്രകാരം ചെയ്യുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് അവനോട് ആവശ്യപ്പെടുന്നത്. സുവിശേഷത്തിൽ എവിടെയും യോസേപ്പിതാവ് എന്തെങ്കിലും സംസാരിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷെ യോസേപ്പിതാവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് സുവിശേഷം അടയാളപ്പെടുത്തുന്നത് ദൈവഹിതത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ മാറ്റിവെച്ചു എന്നുള്ളതാണ്. ജീവിതത്തിലെ തീരുമാനങ്ങളും അതുപോലെ തന്നെ പദ്ധതികൾക്കുമൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അതെല്ലാം മാറ്റി തന്നെ നയിക്കും എന്നുള്ള ബോധ്യത്തിൽ നിന്ന വ്യക്തിയാണ് യോസേപ്പിതാവ്. ഇമ്മാനുവേലായി ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന ബോധ്യത്തിൽ ശക്തിപ്പെട്ട് അടിയുറവ് വെച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു യോസേപ്പിതാവ്. യോസേപ്പിതാവിനെ നമുക്കും ഒരു മാതൃകയാക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നും ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യവും നമ്മളെ വഴി നടത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഈ ക്രിസ്മസ് ദിനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ.